വീഡിയോ എടുത്ത സമയത്ത് ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. രണ്ടാമത് വീണ്ടും വന്നത് നമ്മൾ ഈ പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരു പ്രാവശ്യം ടാങ്ക് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഡെയിലി 200-300 ഗ്രാം യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ബക്കറ്റിൽ നമ്മൾ വെള്ളം തുടയ്ക്കുന്ന, അതായത് നമ്മള് ഡൈനിങ് ഏരിയയില് കിച്ചണില് അതുപോലെ തന്നെ നമ്മള് വാഷ് ബേസിന്റെ ഏരിയ ഇവിടെ എല്ലാം നമ്മൾ ഈ പൗഡർ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ സ്മെല്ല് ടോട്ടലി ഇല്ലാതാവും. ഇതിനാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് അതുപോലത്തെ ഈച്ച ശല്യം അതും ഒഴിവാകും. അത് വളരെയധികം ശ്രദ്ധിക്കാൻ വലിയൊരു പോയിന്റ് ആണത്. നമ്മളല്ല കിച്ചണിൽ ഇപ്പൊ നമ്മൾ മീൻ മുറിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ സാധാരണത്തിൽ വീടുകളിൽ അല്ലെങ്കിൽ വല്ല അപ്പാർട്ട്മെന്റുകൾ ഹോസ്പിറ്റലുകൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹോട്ടലിന്റെ ആൾക്കാർക്ക് മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഞാൻ അതിൽ ഇത്രയും വ്യക്തമാക്കിയത് പറയാൻ കാരണം. അപ്പൊ അതുകൊണ്ട് ഇത് കാര്യം പ്രത്യേകം പറയാൻ വിട്ടുപോയി. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് ഇതിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നത് വെറുതെ പൗഡർ ടാങ്കിലല്ല കൊണ്ടുപോയിടേണ്ടത്. നിങ്ങൾ വാഷ് ബേസിന്റെ ഏരിയ, കിച്ചണില് ക്ലീൻ ചെയ്യുന്ന ഏരിയ, രാത്രികളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു 200 ഗ്രാം അല്ലെങ്കിൽ 300 ഗ്രാം ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 200-300 ഗ്രാം ഇടുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കൊണ്ടുവരാം. അത് 50 ഗ്രാമിലേക്ക് വരെ ലാസ്റ്റ് കൊണ്ടുവരാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഫസ്റ്റത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമാണ് നമ്മൾ ടാങ്ക് അവിടെ വന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരിക. കാരണം ഞാൻ പറഞ്ഞ ഓൾറെഡി നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ള ഈ ഓരായങ്ങളെല്ലാം അടിച്ച് എല്ലാം ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതിലുള്ള കട്ടി പിടിച്ച് കിടക്കുന്ന സ്ലഡ്ജുകളെല്ലാം നമ്മളൊരു മോട്ടോർ വെച്ചിട്ട് ഇതിൽ നിന്ന് പമ്പ് ചെയ്ത് വീണ്ടും പമ്പ് ചെയ്ത് ഇതിനെ മിക്സപ്പ് ആക്കാൻ ചെയ്യാം. മിക്സപ്പ് ആക്കി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ പൗഡർ ഇട്ട് നമ്മൾ മിക്സപ്പ് ആക്കുമ്പോൾ തന്നെ ഓൺലി 5 മിനിറ്റ് ആണ് മാക്സിമം സൗണ്ട് ഇതിന്റെ സ്മെല്ല് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ലോണ്ടറി നേരത്തെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് 12.5 pH ഉള്ള വെള്ളമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ തന്നെ ഇത് വേറെ ആര് വന്നിട്ടാണെങ്കിൽ കംപ്ലൈന്റ് പറയാനോ ഒന്നുമില്ല. ഇത് എവിടെ ടെസ്റ്റിന് വേണ്ടി കൊടുക്കാൻ സമയത്തൊക്കെ എല്ലാം പറ്റും. പിന്നെ അതുപോലെ ഒരു ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായത് എന്തുകൊണ്ട് ഇത് പഞ്ചായത്തിൽ ഇവിടെ എല്ലാം പറഞ്ഞ് ചെയ്തുകൂടാന്നുള്ളത്. പല പഞ്ചായത്തുകളും ഓൾറെഡി നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പം ചില പഞ്ചായത്തിൽ നിന്നൊക്കെ ആണെങ്കിൽ വല്ല ഓടയിലേക്കാണെങ്കിൽ ഈ വേസ്റ്റ് വെള്ളം വരുന്ന കാണുമ്പോൾ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പൊ വീണ്ടും അതിനെ ഗവൺമെന്റ് അപ്രൂവൽസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ പേപ്പേഴ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ധൈര്യമായിട്ട് പകലെന്നെ ചെയ്യാൻ പറ്റും. രാത്രിയിലൊന്നും ആരും ഇതുവരെ പേടിച്ചുകൊണ്ട് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ഇപ്പൊ പേടിച്ചുകൊണ്ട് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, നമുക്ക് രാത്രിയിൽ പകലെന്നെ വർക്കുകൾ ചെയ്യാവുന്നതാണ്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പ്രോ എൽവേര. പ്ലീസ്, താങ്ക് യു.